നമസ്കാരം. അങ്ങനെ ഒരു താരരാജാക്കന്മാർ ജയിലിലേക്ക് പോവുകയാണോ? ഏ? ഇപ്പോൾ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം, അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ ഹൈക്കോടതി തള്ളി അല്ലേ? പുള്ളിയെ കാണാനില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇന്ന് വന്ന ന്യൂസ്, ഹേമ കമ്മിറ്റി മൊത്തം റിപ്പോർട്ടും പുറത്തു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചപ്പോൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്, ഈ 5 വർഷം ഇത് പൂഴ്ത്തി വെച്ചതിൻ്റെ കാരണം ഏറ്റവും ടോപ്പിലിരിക്കുന്ന താരരാജാക്കന്മാർ ഇതിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയും അവർ മറച്ചു പിടിക്കാൻ നോക്കുകയാണ്. മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഹൈക്കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്ത് പറ്റും. ഇന്നല്ലേ നാളെ ആയാലും ഈ സിദ്ദീഖിനെ പോലുള്ള സിദ്ദീഖിൻ്റെ മുകളിലുള്ള രാജാക്കന്മാരാരാ, അവരും എല്ലാം പുറത്തു വരും എന്നുള്ള യാതൊരു സംശയമില്ല. ഇനി ഈ സ്ത്രീകളെ ഇങ്ങനെ ജോലി അന്വേഷിച്ച് വരുന്ന, അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന പരിപാടി കുറേ നാളത്തേക്കെങ്കിലും നിർത്തണം എന്നാണ് നമ്മളെ എല്ലാവരുടെ ആഗ്രഹം. അതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർ നടപടികൾ അതിന് സാധ്യമാക്കട്ടെ എന്നാണ് സാധാരണക്കാരായ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് നാച്ചുറൽ കോഴ്സാണ്. തീർച്ചയായിട്ടും അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇനി ഒരുപാട് മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ കിടക്കുന്നു. അത് അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മോഹൻലാൽ മൊത്തത്തിൽ രാജിവെച്ച് അമ്മ പൂട്ടിക്കെട്ടിപ്പോയത്. അതുകൊണ്ട് നാച്ചുറലി വിൽ കം ഔട്ട്. അത് നല്ലൊരു ഗുഡ് സൈനാണ് കേരളത്തിന്. എത്രയായാലും കള്ളന്മാർ പിടിക്കപ്പെടണം, ചൂഷകന്മാർ ജയിലിലും പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.